ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കി അമേരിക്ക. ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ ഇസ്രയേലിനോടും ഹമാസിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം കനത്ത ഇസ്രയേൽ ആക്രമണം നേരിടുന്ന റഫേലെ ആശുപത്രികൾ പ്രവർത്തനരഹിതമായി. ഗസ വംശഹത്യയിൽ പ്രതിഷേധിച്ച ഇസ്രയേൽ പൗരന്മാർക്ക് മാലദ്വീപ് വിലക്കേർപ്പെടുത്തി. വിവരങ്ങൾ നൽകാൻ MCA നാസർ ചേരുന്നുണ്ട്. നാസർ, ആദ്യം അറിയേണ്ടത് ഇസ്രായേലിനോടും ഹമാസിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഉപാധികൾ എന്തെല്ലാമാണ്? അതിന്മേൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ? രശ്മ, തീർച്ചയായിട്ടും ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങളോട് അമേരിക്ക, പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ തന്നെ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിന് അനുകൂലമായ പിന്തുണ താൻ ഉറപ്പാക്കുമെന്ന ഒരു നിർദ്ദേശം കൂടി ബൈഡൻ ഈ രാജ്യങ്ങളെ, മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തിനെയും അതോടൊപ്പം തന്നെ ഖത്തറിനെയും അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്ന് യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേരുകയും ഏറെക്കുറെ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പൂർണ്ണമായിട്ടല്ല എങ്കിൽ പോലും അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സന്നദ്ധത ഇസ്രായേൽ നടത്തിയതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തലോ പ്രഖ്യാപനമോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ചർച്ചയുടെ തുടർ ഘട്ടങ്ങളിൽ തങ്ങൾ എന്താണോ ഗസയിലെ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും നടപ്പാക്കും വരെ യുദ്ധം തുടരുമെന്നുകൂടി ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. രണ്ട് ചേരികളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നെതന്യാഹു ഉൾപ്പെടെയുള്ള വിഭാഗം ഇത്തരമൊരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല, ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും വരെ ഈ ആക്രമണം തുടരണമെന്ന് പറയുന്നു. പക്ഷെ മറുവിഭാഗം അതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ട്, അതോടൊപ്പം തന്നെ ഗാൻസ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയുണ്ട്. അവർ പറയുന്നത് തൽക്കാലം ഈ ഒരു ബന്ദിമോചനം എന്നത് ഏറ്റവും പ്രധാന അജണ്ടയായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസുമായിട്ട് ഒരു ഒത്തുതീർപ്പിന്, ഒരു കരാറിലേക്ക് കാര്യങ്ങൾ നീക്കണം. അതല്ല എങ്കിൽ പ്രത്യാഘാതം വലിയ തോതിൽ, പ്രത്യേകിച്ച് ഈ ബന്ദികളുടെ അവരുടെ മരണത്തിന് വരെ കാരണമായേക്കുമെന്നൊരു മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മുന്നിട്ടിറങ്ങിയ സ്ഥിതിക്ക് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അമേരിക്കയുടെ ഉത്തരവാദിത്വമായി തന്നെ മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് UAE ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഇനി അറിയേണ്ടത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ചർച്ചക്ക് ഹമാസ് സന്നദ്ധത അറിയിക്കുകയാണെങ്കിൽ തുടർന്ന് ഈ ആക്രമണം നിർത്തിവെക്കുമോ, സൈനിക പിന്മാറ്റത്തിന് ഇസ്രായേൽ തയ്യാറാകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടേക്കുന്ന ചർച്ചകൾക്കായിരിക്കും ദോഹയിലോ അതല്ലെങ്കിൽ കൈറോയിലോ അത്തരമൊരു ചർച്ചയ്ക്ക് അധികം വൈകാതെ തന്നെ വേദി ഒരുങ്ങും എന്ന ഒരു ശുഭ സൂചനയാണ് ഖത്തറിൽ നിന്നും അതോടൊപ്പം തന്നെ ഈജിപ്തിൽ നിന്നും ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നത്. രശ്മ, നാസർ, ഒപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടത് റഫേൽ നിന്നാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നു പൂർണ്ണമായും അവിടുത്തെ ആശുപത്രി സംവിധാനങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങൾ ക്ഷമമല്ല, പൂർണ്ണമായും അത് പ്രവർത്തനം നിന്നുപോയി എന്ന് പറയുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? രശ്മ, തീർച്ചയായിട്ടും. കാരണം ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ കൃത്യമായിട്ടൊരു വംശഹത്യ എന്ന സ്വഭാവത്തിൽ ആരംഭിച്ചിരിക്കുന്ന ആക്രമണത്തിന്റെ പ്രധാന ഉന്നമായിരുന്നു ഒന്ന് ആശുപത്രികളും അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സേവകർ ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗസയിൽ ഏതാണ്ട് ഒരു 35ഓളം പ്രധാന ചെറുതും വലുതുമായ ആശുപത്രികൾ പ്രവർത്തിച്ചു വന്നിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസുഖങ്ങൾക്കും അവർക്ക് വലിയൊരു താങ്ങായിട്ട് മാറിയ ഈ ആശുപത്രി സംവിധാനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായ തോതിൽ തന്നെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആക്രമണം. ആദ്യം മധ്യ ഗസയിൽ, പിന്നെ വടക്കൻ ഗസയിൽ, തുടർന്ന് ഇപ്പോൾ തെക്കൻ ഗസയിലേക്ക് കൂടി വന്നതോടുകൂടി ആശുപത്രികൾ തെരഞ്ഞുപിടിച്ച് നമുക്കറിയാൻ സാധിക്കുന്ന അടുത്ത അൽനാസർ ആശുപത്രിയിൽ എന്തു സംഭവിച്ചു, അൽസിഫ ആശുപത്രിയിൽ എന്തു സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ ലോകത്തിന് വെളിപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ പരിക്കേറ്റവരും ആയിട്ടുള്ള അവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ പോലും ജീവനോടെ കൊന്നുകളഞ്ഞ സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് രശ്മ ഇപ്പോൾ ഈ റഫേൽ ആക്രമണം വലിയ തോതിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലേക്കും. ആ ഘട്ടത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെടുന്നവരുടെ എണ്ണവും ഏതാണ്ട് നിത്യം 100ഉം അതിന് മുകളിലേക്കും എത്തുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു സാമാന്യ ചികിത്സ പോലും അവർക്ക് നൽകാൻ പറ്റാത്ത സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ബേക്കറികൾ, ഏതാണ്ട് 100ഓളം ബേക്കറികൾ പ്രവർത്തിച്ചു വന്ന ഈ തെക്കൻ ഗസയുടെ ഭാഗങ്ങളിൽ, റഫയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ബേക്കറികളും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം
കാരണം പാചകവാതകം ലഭ്യമല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭക്ഷണ പ്രതിസന്ധി എന്നത് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഈ ബേക്കറികൾ നിലച്ചതോടുകൂടി. അപ്പൊ ആശുപത്രികൾ ബേക്കറികൾ നിലയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പട്ടിണി വ്യാപിക്കും. അതോടൊപ്പം തന്നെ ചികിത്സ കിട്ടാതെ രോഗികൾ അല്ലെങ്കിൽ പരിക്കേറ്റവർ മരണപ്പെടുന്ന വലിയ ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഏറ്റവും അവസാനം മധ്യ ഗസക്കും വടക്കൻ ഗസക്കും പിന്നാലെ തെക്കൻ ഗസ കൂടി ഇപ്പോൾ നീങ്ങുന്നത്. രേഷ്മ, ഈ കാലയളവിലൊക്കെ നമ്മൾ കണ്ടു യൂറോപ്യൻ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളും ഈ ഇസ്രയേലിന്റെ നരനായാട്ട് കണ്ടു മടുത്ത് മനുഷ്യപക്ഷത്ത് നിന്ന് മനുഷ്യപക്ഷം സ്വീകരിക്കുന്ന നിലപാട് നമ്മൾ കണ്ടു. ആ പക്ഷത്തോട് ചേർന്ന് മാലദ്വീപ് കൂടി പുതിയ തീരുമാനമെടുക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങൾ അതുമായി പങ്കുവയ്ക്കാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട്? രേഷ്മ, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായി കൊണ്ടുവേണം ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും മാലിദ്വീപ് കൈക്കൊണ്ടിരിക്കുന്ന നടപടി. കാരണം ലോകത്തുടനീളമുള്ള പല രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യം ഇസ്രായേൽ പൗരന്മാർക്ക് പൂർണ്ണമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗസയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സമിതിക്ക് തന്നെ രൂപം നൽകാനുള്ള ഒരു തീരുമാനം കൂടി മാലിദ്വീപ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തുടനീളം റാലികൾ നടത്തിക്കൊണ്ട് ഈ പലസ്തീൻ ജനതയോട് ഐക്യപ്പെടാനുള്ള ഒരു തീരുമാനം കൂടി ഇന്ന് മാലിദ്വീപ് കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ചെറിയ രാജ്യങ്ങളായാലും ചെറിയ കൂട്ടായ്മകളായാലും ഇപ്പം ക്യാമ്പസുകളിലൊക്കെ അമേരിക്കൻ ക്യാമ്പസുകൾ 50ഓളം ക്യാമ്പസുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം നാം കാണുന്നു. കാരണം ആരും പ്രേരിപ്പിക്കാതെ തന്നെ യുവാക്കളും യുവതികളും എല്ലാം മുൻകൈയെടുത്തുകൊണ്ട് ലോകത്തുടനീളം ഈ യുദ്ധവിരുദ്ധ നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂര നിലപാടിനെതിരെ കൈക്കൊള്ളുന്ന ആ സമീപനത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധ രൂപമായി കൂടി നമുക്ക് ഈ മാലിദ്വീപ് ഇന്ന് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തെ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തെ വിലയിരുത്താൻ സാധിക്കും. എന്തായാലും ഇസ്രായേൽ പൗരന്മാർക്ക് പൂർണ്ണമായിട്ട് വിലക്കേർപ്പെടുത്താനുള്ള തീരുമാനമാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് നീക്കാനുമാണ് മാലിദ്വീപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. രേഷ്മ, ശരി നാസർ, വ്യക്തമാണ്. ഇസ്രയേലിന്റെ നരനായാട്ടിന്റെ വംശഹത്യയുടെ ആഴവും പരപ്പും മനസ്സിലാക്കി മനുഷ്യപക്ഷത്തേക്ക് കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഈ പട്ടികയിലേക്ക് മാലദ്വീപ് കൂടി വരികയാണ്. കടുത്തൊരു രാഷ്ട്രീയ തീരുമാനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പൗരന്മാർക്ക് മാലദ്വീപിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.